الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. 2-3 ചോദ്യങ്ങൾ. ഒന്ന്, നമ്മുടെ സ്വന്തമായ ദിക്റുകൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത്? ദിക്റുകൾ സ്വന്തം കേൾക്കുന്ന രീതിയിൽ ചൊല്ലണം, അടുത്ത ആൾ കേൾക്കേണ്ടതില്ല. അതുപോലെയാണ് മഅ്മൂമുകൾ തക്ബീർ, റുക്കൂയിലേക്കുള്ള തക്ബീർ, സമി അല്ലാഹു ലിമൻ ഹമിദ, സലാം ഒക്കെ അവനവൻ കേട്ടാൽ മതി, വേറെ ആരും കേൾക്കേണ്ടതില്ല. 2, ഓതിത്തീർന്നില്ലെങ്കിൽ മഅ്മൂമ് എന്ത് ചെയ്യണം? റുക്കൂയിലും ഇഅ്തിദാലിലും സുജൂദിലും തഹിയ്യാത്തിലുമൊക്കെയുള്ള ദിക്റുകൾ ചൊല്ലി തീർന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നമൽ ജുഇലൽ ഇമാമു ലിയുത്തമ്മ ബിഹി, ഇമാമിനെ നിശ്ചയിച്ചത് തുടരാനാണ്. അപ്പോൾ ഇദാ റകഅ ഫർകഉ, ഇമാം റുക്കൂയിലേക്ക് പോയാൽ നിങ്ങൾ റുക്കൂയിലേക്ക് പോകണം. വഇദാ സജദ ഫസ്ജുദു, ഇമാം സുജൂദിലേക്ക് പോയാൽ നിങ്ങൾ സുജൂദിലേക്ക് പോകണം. അപ്പോൾ കാത്തു നിൽക്കരുത്, ചൊല്ലിത്തീരാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, കൂലി ഇൻഷാ അല്ലാഹ് കിട്ടും. പിന്നെ ഇമാമിൻ്റെ സ്പീഡ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പീഡിൽ ചെയ്യാം. അല്ലെങ്കിലോ 1, 3, 5, 7 എത്രയും ആകാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി സുബ്ഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ് സജദ വജിഹി, കുറേ ഉണ്ടല്ലോ. അതിൽ ചെല്ലാൻ കഴിയുന്നത് ചെല്ലിയാൽ മതി. അപ്പോൾ വജ്ഹത്തു ആയാലും അല്ലാഹുമ്മ ബഅഇദ് ബൈനി ആയാലും അല്ലാഹു അക്ബർ കബീറ സുബ്ഹാനല്ലാഹി കസീറ തുടങ്ങിയതായാലും ശരി, ഇമാമ് എപ്പോഴാണ് ഫാത്തിഹ ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ നേരത്തെ ആക്കുക. എന്നിട്ട് ഫാത്തിഹ ആകുമ്പോഴേക്കും നമ്മുടെ പ്രാരംഭ പ്രാർത്ഥന തീരണം. ആ രീതിയിലാണ്. 3, സോക്സ് ധരിക്കുന്നതിനെക്കുറിച്ചാണ്. ഒരുപാട് ആളുകൾ സോക്സ് ധരിക്കും, എന്നിട്ട് പിന്നെ ഒളു എടുക്കാൻ അഴിക്കും. അതിൻ്റെ ആവശ്യമില്ല. ഒരു ദിവസം മുഴുവൻ 5 നേരം അഴിക്കേണ്ട ആവശ്യമില്ല. ഒളു എടുത്തിട്ടാണല്ലോ നമ്മൾ സോക്സ് ധരിക്കുന്നത്, ശുദ്ധിയോടുകൂടിയാണ് സോക്സ് ധരിക്കുന്നത്. പിന്നെ വലത് കൈ കൊണ്ട് വലത് കാലിൻ്റെ പാദം പുറം ഭാഗവും ഇടത് കൈ കൊണ്ട് ഇടത് കാലിൻ്റെ പുറം ഭാഗവും തടവിയാൽ മതി. കോടിക്കണക്കിന് ഗ്യാലൻ വെള്ളം ലോകത്തിന് ലാഭമാകും. യാത്രക്കാരാകുമ്പോൾ 3 ദിവസം അഴിക്കേണ്ടതില്ല. ചളിയാകലും വിയർപ്പാകലും നജസ്സാകലും ഒക്കെ വേറെ കാര്യം. നജസ്സായാൽ പിന്നെ അഴിക്കൽ നിർബന്ധമാണ്. പിന്നെ വിയർപ്പൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടാകാത്ത രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. ചില വിയർപ്പിന് നല്ല നാറ്റമുണ്ടാകും, അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 3 ദിവസം വരെ. അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയാണ്. നിർഭയമായി എല്ലാവരും വോട്ട് ചെയ്യണം. കടലാസുകളൊക്കെ എല്ലാവരും ക്ലിയറാക്കണം. ആരെങ്കിലുമൊക്കെ ഒരു പക്ഷേ എന്തിനാ പതൊക്കെ, ആരായിട്ടുണ്ടാവും, ഒക്കെ പോക്കാണ് എന്നൊക്കെ പറയുന്നുണ്ടാവും. ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്തില്ലെങ്കിൽ ആർക്കും ആരെയും തല്ലാം, ആർക്കും ആരെയും കൊല്ലാം എന്നൊക്കെ വരും. ആൾക്കാർ സ്ത്രീധനമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീധനം കൊടുക്കുന്ന ആളുടെ കയ്യാണ് പോയിട്ട് വെട്ടുക, വാങ്ങുന്ന ആളുടെ കയ്യാണ് പോയിട്ട് വെട്ടുക എന്നൊക്കെ ചെയ്യാൻ സാധിക്കും. ഒരു സിസ്റ്റം ഉണ്ടായതുകൊണ്ടാണ് നടക്കാത്തത്. അതിനൊക്കെ ഇവിടെ പോലീസ് സ്റ്റേഷൻ മുതൽ സുപ്രീം കോടതി വരെയുള്ള സംവിധാനങ്ങളുണ്ട്. അതൊക്കെ താവൂത്താണ്, അതൊക്കെ ബിംബമാണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാർ മാറ്റം വന്ന് അവരൊരു രംഗത്തുണ്ട്, തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത്. ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ ആദർശം പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതിൻ്റെ അർത്ഥം. ഇത്
ഇസ്ലാമേ ഉള്ളൂ, ദീനും ദുനിയാവും ഒന്നാണ് എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് മനസ്സിലായി ദീനും ദുനിയാവും രണ്ടാണ്. അതുകൊണ്ടാണ് ആ പാർട്ടിയുടെ പേരിൽ നിൽക്കാതെ വേറെ പാർട്ടിയുടെ പേരിൽ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? മനസ്സിലായിട്ടില്ലെങ്കിൽ പേര് പറയണം. ഓക്കെ. അപ്പോൾ ഇസ്ലാം ദീനാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത് അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കാണ് കൂടുതൽ അറിയാം. ഇസ്ലാം ദീനും ദുനിയാവും കൂടിയാണെങ്കിൽ എന്താ പറയുക? ഇസ്ലാമിൻ്റെ പകുതി എനിക്കാണ് കൂടുതൽ അറിയുക, പകുതി നിങ്ങൾക്കാണ് അറിയാം. അങ്ങനെ വിശ്വാസം നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അന അഅലമുക്കും വഅത്ഖാക്കും ബില്ലാ, ഞാനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അറിവുള്ള ആൾ, നിങ്ങളിൽ വെച്ച് ഏറ്റവും തഖ്വയുള്ള ആൾ. എന്തിനാ വൽപ്പത്തരം പറഞ്ഞാൽ? അതല്ല, പിന്നെ നമ്മൾ ഓവറാകണ്ട, അത് നബിയല്ലേ, നമ്മൾ നബിയൊന്നുമല്ലല്ലോ, അതുകൊണ്ട് കൂടുതൽ ചെയ്യണം എന്ന് വിചാരിക്കണ്ട. അങ്ങനെ വിചാരിച്ച ചില ആൾക്കാരുണ്ടായിരുന്നല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ ഞെട്ടിപ്പോയി. വന്നിട്ട് ചോദിച്ചു, ആരങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾ? എന്തേ? ഒരാൾ പറഞ്ഞു, നമ്മൾ സാധാരണക്കാരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ചെയ്യണത് എന്ന് വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അത് കേട്ടപ്പോൾ കാന്നഹും തഖാല്ലുഹ, അത് കുറച്ചല്ലേ ഉള്ളൂ, നമ്മൾ സാധാരണക്കാരാണ്, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല, കല്യാണം കഴിച്ച് പെണ്ണും പിടക്കോഴിയൊക്കെ ആകുമ്പോൾ ഇബാദത്തിന് മുട്ടുവരും. രണ്ടാമൻ പറഞ്ഞു, രാത്രി ഉറങ്ങണേയില്ല, നിസ്കാരം തന്നെ നിസ്കാരം. 3, എന്നും നോമ്പ്. ഇത് കേട്ടിട്ടാണ് റസൂലുള്ള വരുന്നത്. മാ ബാല ഖൗമിൻ യഖൂലുന കദാ വകദാ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുടെ സ്ഥിതി എന്താണ്? വലാകിന്നി അന, പക്ഷെ ഞാൻ ഉസല്ലി, നിസ്കരിക്കുന്നുണ്ട്, വ അനാമു, ഉറങ്ങുന്നുണ്ട്, വ അസൂമു, നോമ്പെടുക്കുന്നുണ്ട്, വ ഉഫ്തിറു, എല്ലാ ദിവസവും നോമ്പില്ല, വ അതസവ്വജു നിസാ, ഞാൻ ഭാര്യമാരെ കല്യാണം കഴിക്കുന്നുണ്ട്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ ചര്യയെ വെറുക്കുന്നവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അപ്പോൾ നബിനേക്കാൾ വലിയ ആളാകേണ്ട ആവശ്യമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്യണമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല, ഒതുങ്ങി നിന്നാൽ മതി. അത് ഭംഗിയായി പൂർത്തിയായി നിറഞ്ഞ് തികഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇസ്ലാം ദീനാണ്. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ, നിങ്ങൾക്ക് ഞാൻ ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടു തന്നു. ദുനിയാവും കൂടി അങ്ങനെ ആണെങ്കിൽ എന്താവും? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ മൈക്കോ മൊബൈലോ ഈ ഫാനോ ഒന്നും, വണ്ടിയിലാണല്ലോ വന്നത്, അതൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് വരും. അത് അള്ളാഹു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയതാണ്. കണ്ടെത്തിക്കോളി, കണ്ടുപിടുത്തങ്ങൾ, ഗവേഷണങ്ങൾ. പക്ഷെ ദീനമ്മ തൊട്ട് കളിക്കണ്ട. അത് റദീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് ദീൻ ആയി തൃപ്തിപ്പെട്ടു തന്നു. അപ്പോൾ ഇസ്ലാം ദീനും ദുനിയാവുമാണ്. അതുകൊണ്ട് വേറെ പാർട്ടിക്കൊന്നും വോട്ട് ചെയ്യാൻ പാടില്ല, അതൊക്കെ ശിർക്കാണ്, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കൽ ശിർക്കാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് പിന്നെ മനസ്സിലായി. അവർ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് മുസ്ലിങ്ങൾക്കൊരു അഡ്രസ്സും ഉണ്ടാകാൻ പോകില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നിയമസഭയിലും പാർലമെൻറ്റിലൊക്കെ പറയാനുള്ള മാപ്പിള ജാതി അവിടെ ചെന്നെത്തിയിട്ടുണ്ട്. അവർ മറ്റുള്ളവരായിട്ട് കൂട്ടുചേർന്നിട്ട് മുസ്ലിങ്ങളുടെ കാര്യം പറയാൻ അമുസ്ലിം ഭരണാധികാരികളും MLA-മാരും MP-മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇസ്ലാം ദീനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ചങ്ങാതിമാരോടൊക്കെ ഒന്ന് മെല്ലെ പറഞ്ഞു കൊടുക്കൽ. നമ്മൾക്ക് ഉള്ളത് പറഞ്ഞാൽ അതെവിടെയും പോകില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇന്ന ദീന യുസ്റുൻ, ദീൻ എളുപ്പമാണ്. വലൻ യുഷാദ്ദ ദീനുൻ വലൻ യുഷാദ്ദ അർറജുല, ഈ കട്ടികൂട്ടിയാൽ ഇല്ല ഗലബഹു, അത് അവനെ തോൽപ്പിക്കാതിരിക്കൂല. സത്യമാണ്. അതുകൊണ്ട് ദീൻ എന്താണോ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് പോകരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നലെ വൈകുന്നേരം ഭരണങ്ങാനത്ത് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ ഒരു മെലിഞ്ഞൊട്ടിയ ഒരാൾ വന്ന് ചോദിച്ചു, എന്തെങ്കിലും തരുമോ? അപ്പോൾ നല്ലൊരു ഏത്തക്കായ, നേന്ത്രക്കായ ഉണ്ട്, അത് തരട്ടെ. അത് വേണ്ട, 10 റുപ്യ എന്നാൽ മതി. വിശന്നിട്ടല്ല ഈ ആൾക്കാർ
എന്ത് ചെയ്യുന്നത്? ആ, യാചിക്കുന്നത് എന്ന്. ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും കയ്യിൽ കരുതുക, ബിസ്ക്കറ്റോ എന്തെങ്കിലും, അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുക. കോട്ടക്കൽ നിന്ന് ഒരു സ്ത്രീ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു, എന്നാ വാന്ന് പറഞ്ഞു. അവിടെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഒരു ആവശ്യമുള്ളത് കുറച്ച് കൊടുത്തു. അപ്പോൾ അവരെ കയ്യിൽ ഏലസ് കഴിച്ചിടാൻ പറഞ്ഞത് ഹറാമാണ്, ശിർക്കാന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അവരത് അഴിക്കാൻ തയ്യാറായി. എന്നിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുറേ നേരം. ഇത്തരം കാര്യങ്ങൾ അധികം ആൾക്കാർക്കും അറിഞ്ഞുകൂടാ. ഐക്കല്ലൂർക്ക് ഏലസ് ചരട് ശിർക്കാണ്. ആ ശിർക്ക് ചെയ്യുന്ന ആളുകളെയും ചെയ്യിക്കുന്ന ആളുകളെയും ഒക്കെ നമ്മൾ തിരുത്തി ശരിയാക്കാൻ ശ്രമിക്കണം. അള്ളാഹുവെ അനുഗ്രഹിക്കണം. നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരോട് ചോദിക്കുകയും പണക്കാർക്ക് കൊടുക്കുകയും ചെയ്യുന്ന വേറൊരു പരിപാടിയുണ്ട്. അതെന്താ? പാവപ്പെട്ടവരോട് ചോദിക്കുക, പണക്കാർക്ക് കൊടുക്കുക. വ്യാഴാഴ്ച ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പെട്ടെന്ന് നിർത്തി. എന്താ? അവിടെ വലിയൊരു മുതലാളി നിൽക്കുന്നുണ്ട്, അയാൾക്ക് 10 റുപ്യ കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കും. ഏതാ പണക്കാരെന്നറിയോ? ചന്ദനക്കുടം നേർച്ചൻ്റെ പെട്ടി. അവിടെ കോടിക്കണക്കിന് റുപ്യ ചെലവില്ലാതെ വരവാണ്. ചെലവെന്താ? ദീൻ വിൽക്കലാണ്. ദീനാണ് വിൽക്കുന്നത്, പൈസയാണ് ഉണ്ടാക്കുന്നത്. കോടിക്കണക്കിന് റുപ്യ അവർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ജാറങ്ങൾ, ദർഗകൾ, മഖാമുകൾ, പ്രതിമകൾ കോടിക്കണക്കിന് റുപ്യ ആൾക്കാർക്ക് കൊടുക്കുകയാണ്. ഈ സംവിധാനത്തിനെതിരെ 4 വാക്ക് എല്ലാവരും പറയണം. അള്ളാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ ശിർക്കാണ്. എന്നിട്ട് പാവപ്പെട്ടവരോട് ചോദിക്കുക. അതെന്താ? ഒന്നുമില്ലാത്ത ആൾക്കാരോട് ചോദിക്കുക. മൊഹിദ്ദീൻ ശേഖിനോട്, റിഫായി ശേഖിനോട്, മമ്പറന്തങ്ങളോട്, പുത്തമ്പള്ളി കുഞ്ഞോമദ് മുസ്ലിയാരോട്, ഏർവാടി സുൽത്താൻ ബാദുഷാ ഇബ്രാഹിമിനോട്, അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയോട്, ഷാഹുൽ ഹമീദ് ആണ്ടവരോട്, മയ്യത്തുങ്കര ശുഹദാക്കളോട്, കൊണ്ടോട്ടി തങ്ങളോട്, നമ്മുടെ അമ്പംകുന്ന് വീരാനവലിയ പാപ്പനോട്, അവരോടൊക്കെ ചോദിക്കുക. ഒന്നുമില്ല. പണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനോടും ഒക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, മത്ലൂബ്, ചോദിക്കുന്ന നിങ്ങളും ചോദിക്കപ്പെടുന്ന ആളും ദുർബലരാണ്, ഒന്നുമില്ലാത്തവർ. ആകാശ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഈസാ നബിയോട് കർത്താവേ തരണേ എന്ന് പറയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിങ്ങോട്ട് തരാൻ പറ്റിയതുമല്ല. എന്താണ്? അവിടെ അദ്ദേഹത്തിന് അന്നം കിട്ടുന്നുണ്ട്. ഇതാണ്. എന്നിട്ട് ഒന്നുമില്ലാത്ത ആൾക്കാരോട് ചോദിക്കുക. പിന്നെ വേറൊന്നുള്ളത് എന്താണ്? ഷഹീദുമാർ എന്ന് പറയും ആൾക്കാർ. യഥാർത്ഥ ഷഹീദിന് ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അന്നം കിട്ടുന്നുണ്ട്. അവർ ഖുശിയായിട്ട് ജീവിക്കുക. എന്നിട്ടും ഓമാരു ഷഹദാക്കളെ നിറച്ചപ്പെട്ടി, ബദരീങ്ങളെ നിറച്ചപ്പെട്ടി. അങ്ങനെ ഷഹീദുമാരായി, ബദരീങ്ങൾ പിന്നെ ഷഹീദുകളാണ് അല്ലേ? അപ്പോൾ അവർക്ക് അങ്ങോട്ട് കൊടുക്കുക. എന്തൊക്കെ നേരെ എതിരായത്, താറുമാറായി കിടക്കുകയാണ് കാര്യം, തലക്കീഴായി മറിഞ്ഞിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള ശക്തമായ നീക്കം, തമ്മിലുള്ള ചെറിയ വർത്തമാനങ്ങളൊക്കെ പറച്ചിലൊക്കെ കുറച്ചിട്ട്, കളിയാക്കലും കുറ്റപ്പെടുത്തലും മുൾപ്പെടുത്തലൊക്കെ നിർത്തിയിട്ട് ഈ രംഗത്തൊക്കെ ഇറങ്ങണം. അപ്പോൾ പൈസ അല്ല, എന്നാൽ കല്യാണം ഒന്ന് വെട്ടിക്കുറച്ചാൽ മതി, അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കുറച്ചാൽ മതി. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നടത്തി, വലിയതാണ് ഈ ശിർക്കിനെതിരെയുള്ള പോരാട്ടം. അതുകൊണ്ട് ഉഷാറായി രംഗത്തിറങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അമലുകളും ഇബാദത്തുകളും എല്ലാം നിർവഹിക്കാൻ റബ്ബെ അനുഗ്രഹിക്കണേ. 1447 ജുമാദുൽ ഉഖ്റയിലെ അയ്യാമുൽ ബീദിലെ അവസാനത്തെ ദിവസമാണ്, 15-ാം തീയതിയാണ്. നോമ്പെടുത്ത സഹോദരങ്ങൾക്ക് അല്ലാഹുവേ എല്ലാവിധത്തിലുമുള്ള അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണം. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലുമുള്ളവർക്ക് ശിഫ നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ഇടപാടിലും അല്ലാഹുവേ അനുഗ്രഹം ചൊരിയണേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടോ? അസ്സലാമു അലൈക്കും അത് ചോദ്യം പ്രതീക്ഷിച്ചതാണ്. ഫാത്തിഹ ഓതാതെ റക്അത്ത് കിട്ടുകയില്ല എന്നുണ്ടല്ലോ. അതിൽ ഫാത്തിഹ നമ്മൾ ഓതിയിരിക്കണം. ഫാത്തിഹ ഓതിയിരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഇമാമ് ഫാത്തിഹ ഓതുമ്പോൾ ഇമാമ് നിർത്തിയാണ് ഓതേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് കഴിഞ്ഞ ഉടനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുക. അല്ലെങ്കിൽ അതിന് കഴിയാത്ത വിധം വളരെ സ്പീഡിൽ ഓതുന്ന ആളാണെങ്കിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഓതുക. ഫാത്തിഹ പൂർത്തിയാക്കണം, അപ്പോഴാണ് റക്അത്ത് കിട്ടുകയുള്ളൂ. ഫാത്തിഹ കിട്ടിയില്ലെങ്കിൽ ആ റക്അത്ത് കിട്ടാത്തതായിട്ട് കണക്കാക്കി അടുത്ത ഒരു റക്അത്ത് കൂടി പൂർത്തിയാക്കണം. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. സുജൂദിൽ നിന്ന് എഴുന്നേറ്റാൽ ഇടയിരുത്തത്തിൽ റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർസുഖ്നി വർഫഅനി വഹ്ദിനി വഅഫ്നി ഒക്കെ ഉണ്ടെങ്കിലും റബ്ബിഗ്ഫിർലി എന്ന് പറഞ്ഞാലും നിങ്ങളെ ഇടയിരുത്തം പൂർത്തിയാവും, കുഴപ്പമില്ല. ആമീൻ. അതായത് റുകൂഇൽ ഇമാമിൻ്റെ കൂടെ മഅ്മൂമ് വന്ന് ചേർന്നാൽ ഒരു നിയമമാണ്. അതുവരെയുള്ളത് വേറെ നിയമമാണ്, അതിനുശേഷമുള്ളത് വേറെ നിയമമാണ്. അഥവാ ഫാത്തിഹ ഇല്ലാത്തവന് നിസ്കാരമില്ല എന്ന പൊതുവായ നിയമത്തിൽ നിന്ന് ഒരു വ്യത്യാസമാണ് ഈ ചോദ്യത്തിൽ വന്നത്. അഥവാ ഒരാൾ വന്നപ്പോൾ ഇമാമ് റുകൂഇലാണ്, നിങ്ങൾ കൈകെട്ടാൻ നേരത്ത് ഇമാമ് റുകൂഇലാണ് എങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി അപ്പം തന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുവിലേക്ക് പോകുന്നു. സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് ചൊല്ലാൻ കഴിഞ്ഞാൽ അപ്പോൾ ഇമാം എഴുന്നേറ്റാലും ആ റക്അത്ത് കിട്ടും. അതിന് മുമ്പും കിട്ടൂല, ശേഷവും കിട്ടൂല. അതായത് മുമ്പാണെങ്കിൽ ഫാത്തിഹ പൂർത്തിയാക്കണം, എന്നാൽ റുക്കൂഇൽ ചേർന്നതാണെങ്കിൽ ഫാത്തിഹ ഓതേണ്ടതില്ല, ആ റക്അത്ത് കിട്ടും. പക്ഷേ എന്ത് വേണം? ഇമാമിൻ്റെ കൂടെ നമ്മൾക്ക് ഒരു അടക്കം കിട്ടണം. നമ്മൾ റുക്കുവിലേക്ക് പോയി അപ്പം തന്നെ ഇമാം റുക്കുവിൽ നിന്ന് എഴുന്നേറ്റാലോ അത് കിട്ടൂല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആളോട് റക്അത്ത് കൂട്ടി നിസ്കരിക്കാൻ പറഞ്ഞില്ല. അതിൽ നിന്നാണ് ഈ നിയമം വന്നത്. നമ്മൾ ഇമാമിൻ്റെ കൂടെ ളുഹർ, അസർ അല്ലെങ്കിൽ മഗ്രിബ് 3, ഇശ 3, 4 അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സ്പീഡിൽ ഫാത്തിഹ ഓതി തീർക്കുക. എന്നിട്ട് റുക്കൂവിൽ നിന്ന് ഇമാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റുക്കൂവിലെത്തുക എന്നുള്ളതാണ് വേണ്ടത്. ഇനി ഫാത്തിഹ മുഴുവൻ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു റക്അത്ത് കൂടി നിസ്കരിക്കാം. ഇനി ചില പണ്ഡിതന്മാർ മഅ്മൂമിന് ഫാത്തിഹ നിർബന്ധമില്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ മനസ്സിലാകുന്ന കാര്യം ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബി ഫാത്തിഹത്തിൽ കിതാബ് എന്നതാണ് പ്രബലമായ നിയമം. ആമീൻ വയ്യാക്കും. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.